ത്വലഖുദ് ദുനിയ ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനാ. ബുദ്ധിമാന്മാരായ അടിമകൾ അല്ലാഹുവിനുണ്ടായിരുന്നു. ത്വലഖുദ് ദുനിയ, അവർ ദുനിയാവിനെ ത്വലഖ് ചൊല്ലിക്കളഞ്ഞു. എന്ന് വെച്ചാൽ പൈസ ഒക്കെ വലിച്ചെറിഞ്ഞ് ജീവിച്ചു, അങ്ങനെയല്ല. ദുനിയാവ് അവരുടെ ഹൃദയത്തിൽ കയറിയിട്ടില്ല എന്നർത്ഥം. എത്രയും സമ്പാദിക്കാം. അമ്പിയാക്കളുടെ കൂട്ടത്തിൽ വളരെ പാവപ്പെട്ട അമ്പിയാക്കളുണ്ട്. വലിയ മുതലാളിമാരായ ധനാഢ്യന്മാരായ രാജാക്കന്മാരായ അമ്പിയാക്കളുണ്ടായിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം അതിന് ഉദാഹരണമാണ്. ഈസാ നബി അലൈഹിസ്സലാം വളരെ പാവപ്പെട്ട പ്രവാചകനായിരുന്നു. ഔലിയാക്കളുടെ കൂട്ടത്തിലുമുണ്ട് വളരെ പാവപ്പെട്ട ഔലിയാക്കൾ. ദുനിയാവ് നന്നായി സമ്പാദിച്ചിരുന്ന ഔലിയാക്കളുണ്ടായിരുന്നു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വളരെ പാവപ്പെട്ട ഇമാമായിരുന്നു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വലിയ മുതലുള്ള ആളായിരുന്നു. മുഹദ്ദിസ് ശൈഖ് റളിയല്ലാഹു അൻഹു സ്വന്തം കപ്പലുള്ള ആളല്ലേ. തന്റെ കയ്യിൽ പിടിക്കുന്ന ഒരു വടിയുണ്ടായിരുന്നു. ആ വടിയുടെ മുകളിൽ ഉണ്ടായിരുന്ന കല്ലിന് തന്നെ എത്രയോ വിലമതിപ്പുള്ള സാധനമായിരുന്നു. പക്ഷെ അതൊരാൾ കൊണ്ടുവച്ചിട്ട് അവർക്ക് ടെൻഷൻ ആവൂല. തന്നതും റബ്ബാണ്, കൊണ്ടുപോകുന്നതും റബ്ബാണ്. അവന് ഖൽബിലേക്ക് ദുനിയാവ് കയറിയിട്ടില്ല എന്നാണ് ഔലിയാക്കന്മാരുടെ ഏറ്റവും വലിയ സിഫത്ത്. അതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ദുനിയാവ് എത്ര ഉണ്ടാവാം, ഹലാലായ രീതിയിൽ എത്ര വേണമെങ്കിലും സമ്പാദിക്കാം. പക്ഷേ ഹൃദയത്തിലേക്ക് കയറാൻ പാടില്ല. ഹൃദയത്തിലേക്ക് എന്ന് കയറിയോ അന്ന് നമ്മുടെ ആഖിറത്ത് നഷ്ടപ്പെടും. അല്ലാഹു തആല നമ്മുടെ ഹൃദയത്തിൽ ദുനിയാവ് കയറിക്കൂടി ഈമാനിനെ കാർന്നതിന് ആഖിറത്ത് നഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ.